ഈവൻ ഇപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിൽ പോലും എനിക്ക് അതിനകത്ത് അയാൾ ജോലി ചെയ്യരുത്, അതുപോലെ അയാളെ സ്ഥാപനങ്ങൾ അടിച്ചു തകർക്കുക, അതിലൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പല സ്രാവുകളുടെ പേരുകളും പുറത്തു വരാനുണ്ടാകും. വിക്ടിംസിൻ്റെ പേര് ഹൈഡ് ചെയ്യുകയും അതേസമയം പ്രിഡേറ്റർ ആയിട്ടുള്ള ആളുകളുടെ പേര് പുറത്തു വരുന്നതിൽ എന്താണ് ഒരു തെറ്റുള്ളത്? ഗവൺമെൻറ് ആർക്ക് വേണ്ടിയാണ് പൊസിഷൻ എടുക്കുന്നത്? മുകേഷിൻ്റെ കേസിൽ തന്നെ അദ്ദേഹം MLA ആണ്. അപ്പോഴും EP ജയരാജൻ അടക്കമുള്ളവർ പറയുന്നത് അങ്ങനെ രാജിവെക്കേണ്ട ആവശ്യമില്ല. അവരെല്ലാവരും റേപ്പ് കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്നവരാണെന്ന് നമുക്ക് ഒരു സംശയത്തിനിടയില്ലാതെ പറയേണ്ടി വരും. സെക്സിനെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്. അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് നിങ്ങൾ തയ്യാറാകേണ്ടി വരും. ആ ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് പറഞ്ഞില്ല? ഈ പവർ ഗ്രൂപ്പിൻ്റെ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചേച്ചി. എന്നെ 3-4 സിനിമകളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന സിനിമകളിൽ നിന്ന്, പേര് ലിസ്റ്റിട്ട സിനിമകളിൽ നിന്ന്, എനിക്ക് ഡേറ്റ് തന്ന സിനിമകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. റീമ കലിംഗൽ അലൻസിയറിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് അലൻസിയറിൻ്റെ കൂടെ റീമ കലിംഗൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അങ്ങനെ നിങ്ങൾ ചെയ്തത്? സെക്ഷുവൽ ഫേവർ എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് പോകുന്നുണ്ട്, സെക്ഷുവലി ഹറാസ് ചെയ്യുന്നുണ്ട്, സെക്സ് ജോക്സുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയിൽ അംഗത്വം എടുക്കാതിരിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ട്? അമ്മയിൽ അംഗത്വം എടുക്കാതിരിക്കുന്നതിന് കാരണം ഇനി നമ്മൾ പ്രത്യേകിച്ച് പറയണോ? ഒന്ന്, അവിടെ സെൻസിബിളായിട്ട് ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു നേതൃത്വം ഇല്ല എന്നുള്ളത് അവർ തന്നെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള താരങ്ങളുണ്ട്, അവരെന്തുകൊണ്ട് ഇതിലൊരു പ്രതികരണം പോലും നടത്തുന്നില്ല? നമ്മളല്ല, നിങ്ങൾ അവരോട് പോയി ചോദിക്കേണ്ട ചോദ്യമാണ്. സൂപ്പർ സ്റ്റാറുകൾ കമൻറ്റ് ചെയ്യാത്തത് എന്താണെന്ന് എന്നോട് ചോദിക്കേണ്ട ചോദ്യമേ അല്ല. സോറി. കൂടെയുള്ളത് നടി ജൂലി ചിറയത്താണ്. നമസ്കാരം ചേച്ചി. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തായാലും തുടരെ ഇപ്പോൾ പല നടിമാരും അവർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളെ ഇങ്ങനെ തുറന്നു പറയുന്നത് വലിയൊരു പ്രതീക്ഷ തന്നെയല്ലേ നൽകുന്നത്? ഉറപ്പായിട്ടും. കാരണം ഇന്നലെ വരെ പോയ രീതിയിൽ കാര്യങ്ങൾ പോകില്ല എന്ന് അറിയുന്നത് തന്നെ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മളിത് ആരെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ട് ആരെങ്കിലും ഔട്ടാക്കുക എന്നുള്ള രീതിയിലല്ല, മറിച്ച് നമ്മൾ ഒരു പ്രോഗ്രസീവായിട്ടുള്ള പരിഷ്കൃതമായ ഒരു സമൂഹം കൂടിയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ആ പരിഷ്കൃതമായ സമൂഹത്തിൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും പൊസിഷൻസും ഡ്യൂട്ടീസും അവിടെ ഉണ്ടായിരിക്കേണ്ട വർക്ക് കൾച്ചറിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ തക്ക ശേഷിയുള്ള ഒരു സമൂഹം കൂടെ രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ട്വിസ്റ്റുകളുടെ ഒരു അർത്ഥം, അല്ലേ? അതല്ലാതെ ചുമ്മാ നമ്മൾ അതേസമയം ഇത്ര 7 വർഷമായിട്ട് WCC പോലെയുള്ള ഒരു സംഘടന എടുത്തിരുന്ന പണി ഇതിന് വേണ്ടിയിട്ട് ആയിരുന്നു എന്നുള്ളതും പൊതുസമൂഹവും മാധ്യമ ലോകവും തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ടി പത്മനാഭൻ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, ശരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വർഷങ്ങൾ സർക്കാർ അടയിരിക്കുകയായിരുന്നു, അതുപോലെ പല ബിംബങ്ങൾ ഉടഞ്ഞു വീഴുകയാണ്. ഇതിലും നേരത്തെ ആവാമായിരുന്നു ഇത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും അത് ചർച്ച ചെയ്യപ്പെടുന്നത് നടിമാരുടെ വെളിപ്പെടുത്തലിന് ശേഷമാണ്. അത് ആ 2 ദിവസങ്ങളിൽ ഇങ്ങനെ പറയുകയല്ലാതെ അതേ തുടർന്നൊരു നടപടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചർച്ചകൾ ജനങ്ങൾ നടത്തുകയോ ചെയ്യുന്നത് ഈ നടിമാരുടെ വെളിപ്പെടുത്തൽ. ശരിക്കും ആ വെളിപ്പെടുത്തൽ തന്നെ ആവശ്യമായി വന്നില്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഒരു സിസ്റ്റം, ഒരു പവർ സ്ട്രക്ചറിനകത്ത് വ്യക്തികളുടെ ധാർമ്മികത, മൂല്യബോധം വെച്ചിട്ടല്ല പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത്. മറിച്ച് ഒരു സിസ്റ്റത്തിനകത്ത് ഒരു പ്രത്യേക വർക്കിടത്തിൽ അല്ലെങ്കിൽ ഒരു ഇടത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് പ്രശ്നം ഉന്നയിക്കുന്ന ആളുകൾ ആരാന്നും കൂടെ നോക്കിയിട്ട് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന വിധത്തിലാണ് ഒരു സ്റ്റേറ്റ് പെരുമാറേണ്ടത്. സ്റ്റേറ്റിനൊരു ഉത്തരവാദിത്തം എന്ന് പറയുന്നതും അത് മാത്രമല്ല, ആ ഗവൺമെൻറ് എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക പാർട്ടിയുടെ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പാർട്ടികളുടെ ആയിരിക്കും. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഐഡിയോളജി എന്താണെന്നുള്ളത് അതിലവർ ഊന്നി നിൽക്കുന്നുണ്ടോ? സ്റ്റേറ്റിൻ്റെ കടമകൾ എന്താണ്, അത് ഭരണഘടനാ തത്വങ്ങളിൽ ഊന്നി നിൽക്കുന്നുണ്ടോ? പറയുന്നത് സർക്കാർ പല പേപ്പറുകളും പൂഴ്ത്തിവെക്കുകയായിരുന്നു, പലരുടെ പേരുകളും പുറത്തു വരാനുണ്ട് എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. ഇപ്പോൾ ടി പത്മനാഭൻ അടക്കം പറഞ്ഞത് അങ്ങനെയാണ്, പല സ്രാവുകളുടെ പേരുകളും പുറത്തു വരാനുണ്ട്, അതുകൂടി പുറത്തു വരണം എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞ ഒരു ടെക്നിക്കൽ റീസൺ പറഞ്ഞത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഇരകളുടെ അവർ പറയുന്ന വാക്കാണ് വിക്ടിംസിൻ്റെ പേര് പുറത്തു വരുന്നു. ഇതൊരു സാമാന്യ ബോധമല്ലേ? വിക്ടിംസിൻ്റെ പേര് ഹൈഡ് ചെയ്യുകയും അതേസമയം പ്രിഡേറ്റർ ആയിട്ടുള്ള ആളുകളുടെ പേര് പുറത്തു വരുന്നതിൽ എന്താണ് ഒരു തെറ്റുള്ളത്? ഇവിടെ ഗവൺമെൻറ് ബോഡിയോടാണ് ഈ സ്ത്രീകൾ ചെന്ന് പരാതി പറഞ്ഞത്. അപ്പോൾ സ്ത്രീകളുടെ ആത്മവിശ്വാസം മുഖവിലേക്ക് എടുത്തുകൊണ്ട് വേണം അതിന്മേലൊരു നടപടി ഉണ്ടാവേണ്ടത്. അതിന് വളരെ വിജിലൻ്റ് ആയിട്ടുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെയും മാധ്യമപ്രവർത്തകരുടെയും WCC അടങ്ങുന്ന സംഘടനകളുടെയും നിരന്തര സമ്മർദ്ദത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഇത് പേപ്പർ പുറത്തു വരുന്നത്, അതും സെൻസർ ചെയ്തതിന് ശേഷം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം വരും, ഗവൺമെൻറ് ആർക്ക് വേണ്ടിയാണ് പൊസിഷൻ എടുക്കുന്നതെന്ന്. അതിനുശേഷം വന്ന ഇപ്പോഴത്തെ തുടർ നടപടികളെ നമ്മൾ നോക്കുക. ആരോപിതരായ മനുഷ്യർ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളവരുണ്ട്,
അമ്മ സംഘടനയുടെ ഭാഗമായിട്ടുള്ളവരുണ്ട്. എന്നിട്ടും അവർ നീക്കുന്നതിൽ പൊതുസമൂഹത്തിൻ്റെ പ്രഷർ വേണമെന്നുള്ളിടത്താണ് ഇത് ഭയങ്കര പരിതാപകരമായിട്ട് മാറുന്നത്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇപ്പോൾ നമ്മുടെ സംഘടനയ്ക്കകത്താണെങ്കിലും നമ്മുടെ വർക്ക് സ്പേസിനകത്താണെങ്കിലും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് അവരെ എന്നേക്കുമായിട്ട് സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കുക എന്നുള്ളതല്ല, അതിന്മേലുള്ള ഒരു നിയമ നടപടികളോ അല്ലെങ്കിൽ വാട്ടെവർ അത് പൂർത്തീകരിക്കുന്നത് വരെ ആ സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മുകേഷിന്റെ കേസിൽ തന്നെ അദ്ദേഹം MLA ആണ്. അപ്പോഴും EP ജയരാജൻ അടക്കമുള്ളവർ പറയുന്നത് അങ്ങനെ രാജിവെക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ MLA-മാരും ഇതുപോലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ രാജിവെച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മൊത്തത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് അവരുടെ വർക്ക് കൾച്ചർ ഒന്നാണ്. അവരെല്ലാവരും റേപ്പ് കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്നവരാണെന്ന് നമുക്ക് ഒരു സംശയത്തിനിടയില്ലാതെ പറയേണ്ടി വരും. അത് ശരിയാണ്. ഇവിടെ പാർട്ടികൾക്ക് എതിരെ ഉപയോഗിക്കാൻ ലൈംഗികത ഒരു ടൂളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സെക്സിനെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിനകത്ത് കോംപ്രമൈസിൽ എത്തേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു എന്താ പറയുക, കേന്ദ്രമന്ത്രിയായ അതേസമയം സിനിമാ നടനും കൂടിയായിട്ടുള്ള വേറെ പാർട്ടിയിലുള്ള മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് പൊതുമധ്യത്തിൽ മുകേഷ് MLA-നെ ന്യായീകരിക്കേണ്ടി വരുന്നത്, സഹപ്രവർത്തനം ന്യായീകരിക്കേണ്ടി വരുന്നത്. അവിടെ അവർക്കൊരു പാർട്ടിയുടെ ഒരു വകഭേദം തന്നെ ഇല്ല. അവർക്ക് രണ്ടുപേർക്കും ഈ പൊസിഷൻ എടുക്കാൻ പറ്റുന്നത് തന്നെ ഇവരുടെ ഒരു റേപ്പ് കൾച്ചറിനെ ഇന്ന് ഇന്ത്യയിൽ മൊത്തം കൊണ്ട് നടക്കുന്ന പാർട്ടികൾ കൊണ്ട് നടക്കുന്ന റേപ്പ് കൾച്ചറിനെ ഇവർ ശരിവെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെ സ്ത്രീകളും പാട്രിയാർക്കിയും എന്നുള്ള രീതിയിലേക്ക് തന്നെ ഈ ഫൈറ്റ് നിൽക്കുകയാണ്. അതിനകത്ത് പൊസിഷൻ എടുക്കേണ്ട ആളുകൾ ഇത്ര നിർദ്ധയമായിട്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ, അതും എവിടെ ഇരിക്കുന്ന ഒരു മന്ത്രി തലത്തിൽ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന മനുഷ്യരുടെ കയ്യിൽ നിന്ന് വായിൽ നിന്ന് ഇത്തരം വർത്തമാനങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമല്ല. അതൊക്കെ സർക്കാരിന് ഇതിൽ ഇപ്പോൾ ഒരു അന്വേഷണം നടത്താൻ ഒരു പ്രത്യേക കമ്മിറ്റിയൊക്കെ രൂപീകരിക്കണം, ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ തന്നെ കുറച്ച് ലേറ്റായി എന്ന് ഫീൽ ചെയ്യുന്നില്ലേ? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും മുഖ്യമന്ത്രി അതിൽ നടത്തിയ പ്രസ്താവനകളും അങ്ങനെയാണ്, ഇപ്പോൾ വരുന്നതും അങ്ങനെയാണ്. ഒരു പ്രത്യേക ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇത്രയും ആളുകളുടെ പേരുകൾ വരികയും നടിമാർ പരാതി, ആദ്യം അവരുടെ വെളിപ്പെടുത്തൽ മാത്രമായിരുന്നു. ശരിക്കും ഒരു വെളിപ്പെടുത്തലിൽ ഒരിക്കലും പരാതി എടുക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നു. അതിനുശേഷം അവർ ധൈര്യപ്പെട്ട് പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ട് പരാതി കൊടുക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ മാത്രമാണല്ലോ സർക്കാരും അതെ ഇതിൽ ഞങ്ങൾ അന്വേഷണം നടത്താം എന്ന് പറയുക പോലും ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട് ഇതിനകത്ത്, ഒരു ട്രയൽ പീരീഡിലേക്ക് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് തെളിവ് എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ ഈ തെളിവ് സമർപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ പുറത്ത് തന്നെ ഈ കേസുകളൊന്നും വിജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ സ്ത്രീകൾ അത്രയ്ക്കും വന്ന് പോകുമ്പോൾ നമ്മൾ ആളാമുട്ടിയ പാമ്പ് തിരിഞ്ഞു കൊത്താന്ന് പറയും. ഒരു പവർ സ്ട്രക്ചറിനകത്ത് ഏറ്റവും ദുർബലരായിട്ടുള്ള മനുഷ്യരാണ് വന്ന് നിൽക്കുന്നത് അല്ലേ? അവരുടെ കയ്യിൽ യാതൊരു സോഷ്യൽ ക്യാപിറ്റലും ഇല്ല. പക്ഷെ അവർക്ക് ഇനി വേറെ മുന്നോട്ട് പോകാൻ വേറെ വഴിയില്ല. ഇതൊരു ആത്മഹത്യാപരമായിട്ടുള്ളൊരു സ്റ്റെപ്പും കൂടിയാണെന്ന് മനസ്സിലാക്കണം. കാരണം ഈ വിക്ടിം ഷെയിം നടത്തുകയും സ്ലഡ് ഷെയിം നടത്തുകയും നിങ്ങളെല്ലാം ഇതിന് നിന്നു കൊടുത്തിട്ടല്ലേ എന്നൊക്കെയുള്ള കളിയാക്കലുകൾ കേൾക്കുകയും കുടുംബങ്ങളിൽ നിന്നുള്ള സ്ട്രെസ്സുകളും അപമാനങ്ങളും ഇതെല്ലാം നേരിടുന്ന ഉറപ്പായിട്ട് തന്നെയാണ് ഈ സ്ത്രീകൾ ഇതെല്ലാം പറയുന്നത്. മേ ബി ആരെങ്കിലും 1-2 പേരൊക്കെ ആയിരിക്കും ഇവർക്ക് ഒരു മോറൽ സപ്പോർട്ട് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഒരു സിസ്റ്റത്തിനകത്ത് ഇത്തരത്തിലുള്ള വീക്കർ സെക്ഷനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ഗവൺമെൻറ്റിൻ്റെ പൊസിഷൻ തന്നെ നമുക്ക് സംശയം ഉണ്ടാക്കുന്ന വിധത്തിലാവുന്നത് ഭയങ്കര സങ്കടകരമാണ്. കാരണം ഗവൺമെൻറ്റിന് പോലും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് ഈ തെളിവുകൾ സമർപ്പിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ അതുമല്ല, കേരളത്തിൻ്റെ ഇതുവരെയുള്ള റേപ്പ് ഇഷ്യൂസ് നോക്കിയാലും റേപ്പ് മർഡേഴ്സ് നോക്കിയാലും പ്രതിസ്ഥാനത്ത് വരുന്നത് സ്ഥാനവും മാനവും പണവും അധികാരവും ഉള്ളവരാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ, കേരളം നമുക്കെടുത്ത് പറയാം, ഇന്ന് വരെ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ കേസുകളൊക്കെ തേഞ്ഞു മാഞ്ഞു പോവുകയും ഇരകളായിട്ടുള്ളവർ സമൂഹത്തിൽ നിന്ന് തന്നെ ബഹിഷ്കൃതരാവുകയും ചെയ്ത ഒരു കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ സാംസ്കാരിക പരിസരം. ഇതിനകത്ത് എങ്ങനെയാണ് ഒരു ഗവേണിംഗ് സിസ്റ്റം നമ്മളെ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഏത് പാർട്ടിയുടെ ഐഡിയോളജിയിൽ നിൽക്കുന്നതാണെങ്കിലും ഞാൻ സ്വയം ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിക്കുന്നത് എല്ലാ കാലത്തും ഈ അധികാരത്തിലും പോളിസി മേക്കിങ്ങിലും ഒന്നും നമ്മളെ സാന്നിധ്യമില്ലാത്തടത്തോളം
നമ്മളൊരു പ്രതിപക്ഷമാണ്. സ്ത്രീ എന്ന് പറയുന്നത് ഏത് അധികാരഘടനയ്ക്ക് കീഴിലും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാൻ യോഗ്യത ഉള്ളവർ മാത്രമാണെന്ന്. അതുപോലെ ഈ ആരോപണം, ഇതിപ്പോൾ പരാതി പറയുന്ന നടിമാർ, അവരെ കുറിച്ച് ഇപ്പോൾ പറയുന്ന ആരോപണങ്ങൾ, അതായത് അവരിപ്പോൾ പലരും മുന്നേ ഉണ്ടായിരുന്ന സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളായിട്ട് വന്നിട്ട ആളുകളാണ്. പലർക്കും അത്ര പരിചിതമല്ലാത്ത ആളുകളാണ്. 1-2 സിനിമകളിൽ മാത്രം മുഖം കാണിച്ചിട്ടുള്ള ആളുകളാണ് പലരും പരാതി പറഞ്ഞവർ. പലരും പഴയ കാലത്തുണ്ടായിരുന്ന നടിമാരും കൂടിയാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് ഇവർ ഈ പരാതി പറഞ്ഞതിന് ശേഷം പറയുന്നത്, എന്തുകൊണ്ട് പ്രമുഖയായ നടിമാരൊന്നും പറയുന്നില്ലല്ലോ, നിങ്ങൾ മാത്രം എന്തുകൊണ്ട് പറയുന്നു, അപ്പോൾ നിങ്ങൾ എന്തോ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് കൊടുത്തത് കൊണ്ടാണോ? ഇങ്ങനെയുള്ള കമൻറ്റുകൾ, അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ പറയുക, അതൊക്കെ അവർ തുറന്നു പറഞ്ഞ ശേഷം അവരത്ര പ്രമുഖരല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരത്ര പരിചിതരല്ലാത്തതുകൊണ്ടോ ആണ് ഇങ്ങനെ അവർക്കെതിരെ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വല്ലാത്ത രീതിയിൽ വരുന്നത്? അതെന്ന് പറയുന്നത് വെച്ചാൽ മൊത്തത്തിൽ ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ പെണ്ണുങ്ങളും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എന്നുള്ളൊരു ലളിത വായനയിലേക്കാണ് അത് എത്തിക്കുന്നത്. അങ്ങനെയാണ് കൗണ്ടർ നറേറ്റീവ്സ് വരിക. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ആരൊക്കെ വന്നു എന്നുള്ളതല്ല, ഇങ്ങനെ വരത്തക്ക രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഒരു സ്ത്രീ അത് ഏറ്റവും താഴേക്കിടയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ വലിയ സീൻ പ്രസൻസോ സ്ക്രീൻ പ്രസൻസോ ഒന്നും ഇല്ലാത്ത ഒരു നടിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിലും അവർക്കത് ഉണ്ടായിക്കൂടാ എന്ന് തന്നെയല്ലേ നമ്മൾ പറയേണ്ടത്. അതല്ലാതെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഉണ്ടായിട്ട് അവർ മിണ്ടാതിരിക്കും. എന്തിനാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്? ഒന്നാമത്തേന്ന് വെച്ചാൽ, ഇത് പറഞ്ഞ ആളുകളെ അവരുടെ പ്രശ്നങ്ങളെ എക്നോളേജ് ചെയ്യാന്നുള്ള സാമാന്യ മര്യാദ ആദ്യം കാണിക്കുക. അതല്ലാതെ ഇൻഡസ്ട്രി ഒന്ന് മനസ്സിലാക്കണം, ഇത്രയും പണം കെടുന്ന് മറിയുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തുലം ചെറിയൊരു ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി. ആ മലയാളം ഇൻഡസ്ട്രിയിൽ കുറച്ച് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയണ്ട, ഒരു ഇളക്കിക്കുത്ത് എന്ന് പറയില്ലേ, ഇങ്ങനെ ഒരു കലക്കൽ ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ ഇതിന് തെളിയാനുള്ള സാധ്യതയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ചർച്ചകൾ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്നുള്ളതിലേക്ക് ഒതുങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം അധ്വാനത്തിന് കൂലി ചോദിക്കാനുള്ള റൈറ്റ് ഇല്ലാത്തവരാണ് അധികം. സ്ത്രീകളുടെ കാര്യത്തിൽ വരുമ്പോൾ അത് ശരിയും കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ആയിരക്കണക്കിന് പേരും വർക്ക് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് എന്ന് വേറൊന്നുണ്ട്. ഇത് നമ്മൾ ഒരു കമ്പനിക്ക് അകത്ത് വർക്ക് ചെയ്യുകയല്ല, ഒറ്റ ഒരു മുതലാളിയുടെ കീഴിൽ സെയിം കൊളീഗ്സായിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ഇന്നൊരു പ്രൊഡ്യൂസർ വേറെ ക്രൂ, നാളെ നമ്മൾ ചെല്ലുന്നത് വേറെ പ്രൊഡ്യൂസർ വേറെ ക്രൂ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മുതലാളിമാർ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രൂവിൻ്റെ ഇടയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എല്ലായിടത്തുനിന്നും ഒരേ അനുഭവമല്ല ഉണ്ടാവുന്നത്. പക്ഷെ അതേസമയം ഒരു തൊഴിലാളി എന്നുള്ള രീതിയിലും ഈ ഒരു പവർ സ്ട്രക്ചറിൻ്റെ ഏറ്റവും താഴെ കിടക്കുന്ന ആണും പെണ്ണും അടങ്ങുന്ന മനുഷ്യർ വളരെയധികം പെയിൻ എടുത്തിട്ടും അവരുടെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന വിധത്തിലുള്ള സങ്കടങ്ങളെ എല്ലാം സഹിച്ചിട്ടാണ് നിൽക്കുന്നത്. അതിൽ സ്ത്രീകളാവുമ്പോൾ കുറച്ചും കൂടി അധികമായിട്ട് സ്ത്രീയെ കുറിച്ച് നിർമ്മിച്ച് വെച്ചിരിക്കുന്ന പൊതുഭാവനയുണ്ട്, അല്ലെങ്കിൽ സാമൂഹ്യ ഭാവനകളുണ്ട്. അതിൽ നിന്നിട്ടും കൂടിയാണ് ഇവളെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെക്ഷൽ ഫേവർ എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് പോകുന്നുണ്ട്, സെക്ഷലി ഹറാസ് ചെയ്യുന്നുണ്ട്, സെക്സ് ജോക്സുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ളൊരു കൾച്ചർ ഉണ്ട്. അത് പെണ്ണായതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവരുടെ ബോഡിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലേക്ക് ഈ ചുഴ്ന്നു നോട്ടങ്ങൾ എത്തുന്നത്. പക്ഷെ അതിനങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ന് പറഞ്ഞില്ല, ഇന്ന് പറഞ്ഞില്ല, അവർ പറഞ്ഞില്ലോ, ആരൊക്കെ പറഞ്ഞു എന്നുള്ളതിനെ തന്നെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ പറയാൻ ഇനി ശേഷിയില്ലാത്ത, പറയാൻ ധൈര്യം വരാത്ത എത്രയോ ആളുകൾ ഇതിനകത്തുണ്ട്. പിന്നെ ഇത് എന്തുകൊണ്ടുണ്ടാവുന്നു വെച്ചാൽ, ഒരു വർക്ക് സിസ്റ്റം, ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഘടനാപരമായിട്ടുള്ള ഒരു പാറ്റേൺ ഈ ഇൻഡസ്ട്രിക്കകത്ത് ഇല്ല. അപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യർ പണിയെടുക്കുമ്പോൾ വളരെ വിരലിലുണ്ടാവുന്ന മനുഷ്യരാണ് ഇതിൻ്റെ സുഖം എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ഗുണഭോക്താക്കളാകുന്നത്. മറിച്ച് ഇത്രയും പേരുടെ അധ്വാനം കൂടി ചേർന്ന ഒരു സിനിമയ്ക്കകത്ത് ബഹുഭൂരിപക്ഷം പേര് സ്വന്തം അധ്വാനത്തിൻ്റെ പുറത്ത് നല്ലൊരു കൂലി പോലും ചോദിക്കാൻ ശേഷിയില്ലാത്തടത്ത് ലൈംഗികമായി അതിക്രമിക്കപ്പെട്ടു എന്ന് പറയാൻ പോലെ എന്ത് സ്പേസ് ഉള്ളത്? അതുപോലെ ജോമോൾ അടക്കമുള്ള ചില നടിമാർ പറഞ്ഞത്, ഞങ്ങൾക്കിതൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, ഞങ്ങൾക്കിതേക്കുറിച്ച് അറിയില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും അത്തരത്തിലുള്ളൊരു പരാമർശം നടത്തുമ്പോൾ ഇതിനെ ലഘൂകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് മറുവശത്ത് ഇത് പോകൂലേ? അപ്പോൾ അതൊക്കെ ഉണ്ടാവും, കാരണം അത്തരം വായനകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരാളുടെ വ്യക്തിപരമായ ഒരു അനുഭവമാണത്. ആ അനുഭവം വേണമെന്നാണ് നമ്മൾ ബഹുഭൂരിപക്ഷം വരുന്ന, അല്ലെങ്കിൽ ചെറിയ താഴേക്കിടയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും.
അപ്പോൾ ജോമോളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു അനുഭവം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അവരെ കൊളീഗ്സായിട്ട് നിന്നിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്ന മറ്റു സ്ത്രീകളുടെ ഭാഗത്തുനിന്നും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യപ്പെട്ടതായിട്ട് അവർ കേട്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ദാറ്റ്സ് ഫൈൻ, ഗ്രേറ്റ്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ചേച്ചിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇത്തരത്തിലുള്ള നടിമാർ പറഞ്ഞിട്ടുണ്ടോ ചേച്ചിനോട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഒത്തിരി പേര്. അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് ഒരു വർക്ക് സ്പേസിൽ പോയി കഴിഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വരുന്ന സ്ത്രീകളോടാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് അവർ ഒത്തിരി പ്രഷറുകൾ, പക്ഷെ ആ പ്രഷറിനെ അവർ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നമ്മൾ കണ്ടില്ല എന്ന് വെക്കും. അവരും ഈ അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ അത്തരത്തിൽ, ഇപ്പോൾ ഒരു നടി പറഞ്ഞത് നമ്മളൊരു പ്രൊഡക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ ആദ്യം പറയുന്ന അഡ്ജസ്റ്റ്മെന്റുകൾക്ക് നിങ്ങൾ തയ്യാറാകേണ്ടി വരും. ആ ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. എന്നോട് എൻ്റെ തുടക്കകാലത്ത് ആദ്യ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിട്ട്, അതും ഭയങ്കര പ്രകൃതി സ്നേഹിയൊക്കെയാണ് പുള്ളി, പ്രകൃതിയെ കുറിച്ചാണ് സിനിമയൊക്കെ, കുട്ടികളുടെ സിനിമ പോലെ എടുക്കുന്നത്. എന്നിട്ട് അവസാനം ചോദിച്ചൊരു ചോദ്യം അതാണ്. ഞാൻ അപ്പോൾ പറഞ്ഞു, തനിക്ക് ആള് മാറി, എന്തായാലും ഒരു കാര്യമുണ്ട്, എന്നോട് പറഞ്ഞത് പറഞ്ഞു, പക്ഷെ ഇതാണ് തൻ്റെ ലൈൻ, ഇങ്ങനെ ഒരു സിനിമ പിടിക്കാനാണ് താൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ സിനിമ നടന്നു എന്തോന്നും എനിക്കറിയില്ല, പിന്നീട് അവരെന്നെ വിളിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് എല്ലായ്പ്പോഴും എല്ലാവർക്കും എനിക്ക് എന്താണെന്ന് വെച്ചാൽ സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു ഇടമുണ്ട്, അതുകൊണ്ട് എനിക്കത് തറപ്പിച്ച് എനിക്കതിന് ആൻസർ ഉണ്ട്. പക്ഷേ ഈ സമൂഹത്തിൽ വളരെ പാർശ്വവൽകൃതമായിട്ടുള്ള മനുഷ്യർ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യർ, ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാവുകയും, അപ്പോൾ അങ്ങനെ ജീവിത സാഹചര്യങ്ങൾ മോശമായിട്ടുള്ള ആളുകൾക്ക് സിനിമ എന്നത് പാഷനാവാൻ പാടില്ലേ, അഭിനയം എന്നത് പാഷനാവാൻ പാടില്ലേ, സിനിമ ചെയ്യുക എന്നുള്ളത് പാഷനാവാൻ പാടില്ലേ? ഒരേ സമയം തന്നെ ഇത് ഇൻഡസ്ട്രി ആണെന്ന് പറയുന്നു, ഒരേ സമയം തന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി അക്കാദമികൾ ഫങ്ഷൻ ചെയ്യുന്നു, എത്രയോ ഫിലിം സ്കൂളുകൾ ഈ കൊച്ചി സിറ്റിയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇവരെല്ലാം വരേണ്ടത് അവിടേക്കല്ലേ? ഇവരെവിടെയാണ് നിങ്ങൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് പറയുക, വളരെ ലാഘവത്തിൽ പറയുക, പാത്രം കഴുകാൻ പോയിക്കൂടെ, മുറ്റടിക്കാൻ പോയിക്കൂടെ? ഇതാണ് അതിനുള്ള ആൻസറിനോ? ആ സ്ട്രാറ്റയിൽപ്പെട്ട മനുഷ്യരും ഇവിടെ വരണം, അവർക്ക് അവരുടെ ആഗ്രഹപ്രകാരമുള്ള ജോലി ചെയ്യാൻ പറ്റണം, അവർക്ക് അതിന് തക്കതായ കൂലി കിട്ടണം എന്നാണ് നമ്മൾ പറയേണ്ടത്. ഒരു തുറന്നു പറച്ചിൽ പറയുമ്പോൾ ആളുകൾ പറയുന്നത്, പലരും പണ്ട് നടന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്, പല നടിമാരും അപ്പൊ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് പറഞ്ഞില്ല, അതിനുശേഷം എന്തുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്? ഈ ഒരു ചോദ്യം മീ ടു വലിയ വാർത്തയായ സമയത്തും തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒന്നാണ്. ആ സമയത്ത് അവരൊരിക്കൽ കണ്ണടയ്ക്കുന്നത് ഇനി ഇത് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് വെച്ചിട്ടാണ്. മനസ്സിലാക്കേണ്ടത്, ഈ ചോദിക്കുന്ന ആളുകളെ നിങ്ങളെ മാറിയില്ല, പുരുഷന്മാരൊന്നും മാറിയെങ്കിലല്ലേ നമുക്ക് ഈ ചോദ്യങ്ങൾ നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ പിന്നാലെ ഇങ്ങനെ ഇരന്ന് നടക്കുന്ന ആൺലോകത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണിത്. ഒരിക്കൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, സിനിമ എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്കകത്ത്, ഒരു വർക്ക് സ്പേസിൽ, ഒരു തൊഴിൽദാതാവിൻ്റെ അടുത്ത് ഒരേ കൊളീഗ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു ഇടമല്ല. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ, അതായത് ഒട്ടും പവർലെസ് ആയിട്ടുള്ള ഒരു സ്ത്രീ അവിടെ വരുമ്പോൾ, തൻ്റെ അധ്വാനത്തിൻ്റെ മേലൊരു കൂലി പോലും ഡിമാൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ത്രീ വരുമ്പോൾ, അവർക്ക് ഇങ്ങനെ ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് അല്ലെങ്കിൽ സെക്സ് ജോക്സ് ഒക്കെ കേൾക്കേണ്ടി വരുമ്പോൾ അവർ ആദ്യം വിചാരിക്കും പോട്ടെ, പിന്നെ ഇവരോടൊക്കെ എന്താ പറയുക, ഇതൊക്കെ മിണ്ടാൻ നിൽക്കേണ്ട, ഉള്ള ജോലിയും പോകും, ഇനി നാളെ നിന്നെ വിളിക്കില്ല. അപ്പം ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്കുള്ള സ്റ്റേനെ കുറിച്ച് ഒരു പരാതി പറഞ്ഞപ്പോൾ, അത് ഞാൻ 10-25 സിനിമ ചെയ്തിട്ട് എന്നോട് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറഞ്ഞത്, ചേച്ചിക്ക് കുറച്ചും കൂടി എളിമയൊക്കെ ആവാട്ടോ ഒന്ന്. അതായത് ഞാൻ ഡിമാൻഡിങ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പം ഞാനത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ പറയില്ല, നമ്മൾ എന്തൊക്കെ തന്നെയല്ല ഈ ക്ലാസ് എന്ന് പറഞ്ഞത് ഉണ്ട് അവിടെ. അപ്പം ഞാനൊരു മിഡിൽ ക്ലാസ് ആണ്, എനിക്ക് സ്വന്തമായിട്ട് കയറി കിടക്കാൻ വീടുണ്ട്, ഇനിയിപ്പോൾ അഥവാ സിനിമ ഇല്ലെങ്കിലും ജീവിച്ച് പോകാമെന്നുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു ഗട്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ആത്മബോധമായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ ഇത് ഒരു സ്ത്രീയോട് പറയുന്നത് അതേ ആളുകൾ തന്നെ പറയുന്നത്, നീയൊക്കെ എപ്പോഴേ മിണ്ടണ്ട, ഇതെല്ലാം പരാതികളൊക്കെ അവിടെ ചെല്ലും. ഇതൊന്നും അവർ പരാതി പറയാത്തല്ല. പക്ഷെ അതേസമയം ഇത് പരാതിപ്പെടാൻ ഒരു ഇടമുണ്ട്, ഒരു കൃത്യമായിട്ടും ഒരു IC ഉണ്ടെന്ന്, IC എന്തിനാണെന്നൊക്കെ അറിയുന്ന ഒരു വർക്ക് സ്പേസ് അല്ല അത്. അതൊക്കെ ഹേമ കമ്മിറ്റിക്ക് ശേഷമാണ് അവിടെ വരുന്നത്. എന്നിട്ട് പലപ്പോഴും അറിയില്ല, വന്നു നെയിം സൈക്കിൾ ഇതൊക്കെ വന്നു, പക്ഷെ ഇത് എത്ര പേർക്ക് അറിയാം, ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആർക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയല്ല, ഈ IC എന്ന് പറഞ്ഞ WCC എന്ന് കാണുന്ന രീതിയിൽ തന്നെയാണ് ഇന്നും
സിനിമ ഇൻഡസ്ട്രിക്കകത്ത് ICയെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് അതൊരു പോഷ് ആക്ട് വന്നതിനനുസരിച്ച് അതിന് ശേഷം വർക്ക് സ്പേസിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അതുപോലെ ഹേമ കമ്മിറ്റിയിൽ പറയുന്ന ഒരു സാധനമായിരുന്നു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അവർ തീരുമാനിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന് പറയുന്നത്. ചേച്ചിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഈ നോ പറയുന്നവർ പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നു, അവരങ്ങനെയല്ല എന്നുള്ളത് ചേച്ചിക്ക് ഫീൽ ചെയ്യും? പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ഇന്ന ആളുകൾ തന്നെ ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു സെറ്റിനകത്ത് പവർ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡ്യൂസർക്കായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഡയറക്ടർക്കായിരിക്കും. അപ്പോൾ അവരെങ്ങനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്നതിനും കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ നോയും യെസ്സും ഒക്കെ വാലിഡ് ആവാൻ പോണത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരുപാട് അതിൻ്റെ ഏറ്റവും വലിയ ഷെയർ കൊണ്ടുപോകുന്ന ഒരാൾക്കെതിരെ വെറും ദിവസക്കൂലിക്ക് വന്ന ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കംപ്ലൈൻറ്റ് എങ്ങനെ പരിഹരിക്കപ്പെടുക? കോടികൾ വാങ്ങുന്ന ഒരു മനുഷ്യനെ മാറ്റി നിർത്തിക്കൊണ്ടാണോ? അല്ല. അപ്പം പിന്നെ അവിടെ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയല്ലോ, അതിനകത്ത് നിങ്ങൾക്ക് ആർക്കാണ് നീതി കിട്ടുക എന്നുള്ളത്. അപ്പം ഇതൊന്നും ഇവർ മണ്ടന്മാരായിട്ടൊന്നുമല്ല, പെണ്ണുങ്ങളെ സ്ട്രെസ്സിൽ നിർത്തണം. ഈ പവർ ഗ്രൂപ്പിന്റെ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചേച്ചി ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് അത് അറിഞ്ഞൂടെ അവർ ആരൊക്കെയാണ് ഈ ഗ്രൂപ്പ് എന്ന് അറിഞ്ഞൂടെ. പക്ഷെ എന്നെ 3-4 സിനിമകളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന സിനിമകളിൽ നിന്ന്, പേര് ലിസ്റ്റ് ഇട്ട സിനിമകളിൽ നിന്ന്, എനിക്ക് ഡേറ്റ് തന്ന സിനിമകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അത് റൈറ്റർക്ക് ഞാൻ വേണമെന്ന് ആഗ്രഹമുണ്ട്, ഡയറക്ടർക്ക് ഞാൻ വേണമെന്ന് ആഗ്രഹമുണ്ട്. അതിനകത്ത് ക്രൂ മെമ്പേഴ്സൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്, കഥ പറയുന്നത്, ഈ ഷെഡ്യൂൾ തരുന്നതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ എവിടെ വെച്ചിട്ടാണ് അത് മാറുന്നത്? അപ്പോൾ അത് പവർ ഗ്രൂപ്പാണോ അതോ ഇനി അവരുടെ തന്നെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അവരെന്നോട് ക്ലാരിഫൈ ചെയ്യുന്നില്ല. ഞാനത് വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് അതൊക്കെ സിനിമയല്ലേ ചേച്ചി, അങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ സിനിമയിൽ എന്ത് തോന്നിയ ദിവസം നടക്കും തന്നെയാണ് അവർ അണ്ടർലൈൻ ചെയ്യുന്നത്. അവിടെ ഒരു മനുഷ്യന് കൊടുത്ത വാക്ക് അല്ലെങ്കിൽ അവരെ ജോലിയിലെടുത്ത് അവർ അതിനു വേണ്ടി ആ ദിവസങ്ങൾ വേറെ ജോലി ഏറ്റെടുക്കാതെ അത്തരത്തിലുള്ള നഷ്ടങ്ങളൊന്നും ആരും പരിഗണിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ ഇതിനകത്ത് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ സെക്ഷൽ അബ്യൂസ് എന്നുള്ളതൊക്കെ വളരെ ചെറുതായി മാറും എപ്പോൾ കൃത്യമായിട്ട് ഒരു തൊഴിൽ സേവന വേതന വ്യവസ്ഥകൾ വരുമ്പോൾ നിങ്ങൾക്ക് മനുഷ്യരെ അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റില്ല. പ്രൊഡ്യൂസർക്ക് ഒരു ഉത്തരവാദിത്വം വരും. പ്രൊഡ്യൂസർക്ക് മേലെ ഇത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഗവൺമെൻറ് സംവിധാനം ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും. എമിക്കബിളാവും എല്ലാ മനുഷ്യർക്കും. 5 കോടി ഇറക്കുന്നിടത്ത് 500 രൂപ കിട്ടാതെ പോകുന്ന മനുഷ്യരാണ് അധികവും. അപ്പോൾ അതൊക്കെ മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം വരുന്നത് അതിജീവിതയുടെ കേസിന് ശേഷമാണ്. ശരിക്കും അതിജീവിതയ്ക്ക് നീതി കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ ഇത്രയും ചർച്ച ചെയ്യുമ്പോൾ? ഇല്ലല്ലോ. നീതി എങ്ങനെ കിട്ടിയത്? നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ കേസ് അട്ടിമറിയാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, അത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് പോലും ഇത്ര അധികം വൈതരണികൾ കടക്കേണ്ടി വരുമ്പോൾ അതൊന്ന് ആലോചിച്ചാൽ മതി. ഒട്ടും പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യർക്ക് എന്ത് തരം നീതിയായിരിക്കും കിട്ടുക, എന്ത് തരം ട്രീറ്റ്മെൻ്റ് ആയിരിക്കും കിട്ടുക? അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സംവിധാനങ്ങൾ നമുക്ക് തരേണ്ട ആത്മവിശ്വാസമാണ്. അത് ഒരിക്കൽ പോലും അത് അങ്ങനെ വന്നിട്ടില്ല. പവർ പൊസിഷനിലിരിക്കുന്ന ഒരു പ്രതിസ്ഥാനത്ത് വരുമ്പോഴൊക്കെയും അട്ടിമറിക്കപ്പെടുക മാത്രമല്ല, അത്തരത്തിലുള്ള ആളുകളെല്ലാം പവർ പൊസിഷനിൽ തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്, അല്ലേ? ഇപ്പം നമ്മളെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ നോക്കിയപ്പോൾ നമ്മൾ ഈ അടുത്ത ഒളിമ്പിക്സിൻ്റെ വിനേഷ്, അവർ എന്തുകൊണ്ടാണ് ഒരു ഒളിമ്പിക് സ്വർണ്ണ മെഡൽ കൊണ്ടുവരേണ്ട ഒരു പെൺകുട്ടി എന്തുകൊണ്ടാണ് അവർ തിരിച്ചിങ്ങോട്ട് വന്നത്? എങ്ങനെയാണ് അവർ വന്നത്? അപ്പോൾ അത്രയ്ക്കും അബ്യൂസേഴ്സ് ആയിട്ടുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമുള്ള ഒരു സ്ഥലത്താണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. അത് നമ്മൾ ഏത് പാർട്ടിയുടെ കാര്യത്തിൽ എടുത്ത് നോക്കിയാലും നമുക്കിതൊക്കെ മനസ്സിലാവും. സ്ത്രീകൾക്കെതിരെ വരുന്ന പാർട്ടിക്കകത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പവർ സ്ട്രക്ചറിനകത്തായിക്കോട്ടെ, ഇത് ഇത്തരത്തിലുള്ള എല്ലാ കംപ്ലയിൻസും അവരെങ്ങനെയാണ് ഡീൽ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടൊന്നും അത് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ആ ഫൈറ്റിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം അത് പൊതുസമൂഹവും മാധ്യമ സമൂഹവും അത് മാത്രമല്ല, ആ സ്ത്രീ നടി നടത്തിയൊരു ഫൈറ്റ് ഭയങ്കരം തന്നെ ഇപ്പോഴും സ്റ്റിൽ. കാരണം അവർ അത് പറയുന്നത്, ഞാൻ അങ്ങനെ ഒളിച്ചു മാറി പോവില്ല, എനിക്ക് നീതി വേണം, ഞാൻ ഇവിടെ ഒരു ധൈര്യം എന്ന് തന്നെ പറയാം, അല്ലെ തുറന്നു പറയുന്നവർക്ക് ഒരു ധൈര്യം. തീർച്ചയായിട്ടും. അപ്പോൾ പക്ഷേ അതേസമയം തന്നെ അവർക്ക് കിട്ടുന്ന അതേ സാമൂഹ്യമായിട്ടുള്ള ഒരു അംഗീകാരവും സപ്പോർട്ട് സിസ്റ്റവും ഈ പറഞ്ഞ സ്ത്രീകൾക്ക് കിട്ടുമോ എന്നുള്ളതോടത്താണ് വേറൊരു പ്രശ്നം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിതുപോലുള്ള ആളുകൾ അത്തരത്തിലുള്ള വീക്കർ സെക്ഷനിലുള്ളവർക്ക് അവരെ മുറയിൽ ബൂസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ സംവിധാനം ഒരുക്കി കൊടുക്കണം. അതിൽ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ്റിന് തന്നെയാണ്. നമ്മളതുകൊണ്ട് അത് ഡിമാൻഡ് ചെയ്യണം. അതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറാൻ ഇവർ സമ്മതിക്കരുത്. നമ്മുടെ നികുതി പണം എടുത്തിട്ട് നമ്മൾ വോട്ട് ചെയ്ത് വിട്ടിട്ടുള്ള ആളുകൾ
ഇത്തരം മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഡിമാൻഡിങ് ആവുക, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ഒരു പൗര എന്നുള്ള രീതിയിൽ എൻ്റെ ഡ്യൂട്ടി എന്ന് ഞാൻ കാണുന്നുണ്ട്. ഇതിപ്പോ ഈ ആരോപിക്കപ്പെടുന്ന നടന്മാർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് അവർക്ക് ഈ അവസരം കിട്ടാത്തത് കൊണ്ടാണ്, അവർ വെറുതെ ആരോപണം ഉന്നയിക്കുകയാണ്, അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവർക്ക് അവരെ ഡിഫെൻഡ് ചെയ്യാനല്ലേ പറ്റൂ. അതിപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതിവിടെ നമ്മൾ പറയുന്നത് നമ്മൾ ഇവരെ ആരെങ്കിലും തൂക്കിക്കൊല്ലണമെന്നോ അല്ല, നല്ല പ്രാക്ടീസുകൾ. ഇത് വരുമ്പോഴും സിനിമ മേഖല ആയതുകൊണ്ടാണോ എന്നറിയില്ല, ആളുകൾ ഇങ്ങനെ പറയുന്നത് ഇത് ഉഭയകക്ഷി ബന്ധം എന്നൊക്കെ പറയുമല്ലോ. നിങ്ങൾ ആ സമയത്ത് സമ്മതിച്ചത് കൊണ്ട് പിന്നെ ഇത് മാറ്റി പറയുന്നു. ഇവിടെയാണ് നമ്മളൊരു പ്രശ്നം. ഈ ഉഭയകക്ഷി ബന്ധം എന്ന് പറയുമ്പോൾ ഉഭയകക്ഷി മാരിറ്റൽ റേപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത്, അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും സ്ത്രീയുടെ പരിപൂർണമായ കൺസെൻ്റ് ഇല്ലാതെ ഒരു സെക്സ് നടന്നുകൂടാ എന്ന് പറയുന്ന ഒരു സമൂഹത്തിലും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഉഭയകക്ഷി എന്നൊക്കെ പറയുന്നതിൽ തന്നെ, അതായത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഉഭയകക്ഷി ബന്ധം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് മാത്രമുള്ള ഒരു കോഡ്ഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ, റാപ്പോ ഡെവലപ്പ് ചെയ്യാൻ, ഇത്തരം കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വളരെ ആഹ്ലാദകരമായിട്ട് സെക്സ് ചെയ്യാനുള്ള എന്ത് സ്പേസാണ് ഉള്ളത് ഇത്തരം വർക്ക് സ്പേസിനകത്ത്? അപ്പോൾ അതൊക്കെ തന്നെ ഉഭയകക്ഷി സമ്മതമാണെന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു അംഗത്തരുണ്ട് ഇതിനകത്ത്. ഉഭയകക്ഷി സമ്മതപ്രകാരം ഉള്ളതാണെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ആരും പുറത്ത് പറയില്ല. അവരത് അതിൻ്റെ ഒരു സന്തോഷം അവരുള്ളിൽ അത് കീപ്പ് ചെയ്യും. ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമല്ല, മാനിപ്പുലേറ്റഡ് ആണ്, പ്രഷറൈസ്ഡ് ആണെന്നുള്ളതിൻ്റെ പുറത്താണ് ഈ ബിറ്റർനെസ് പുറത്ത് വരുന്നത്. ഒരു സ്ത്രീയും പ്രത്യേകിച്ച് ഇത്രയും മോറൽ റിജിഡിറ്റി ഉള്ള ഒരു ലോകത്ത് ഞാൻ ഉപയോഗിക്കപ്പെട്ടു എന്നൊന്നും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുണ്ടെങ്കിൽ അത് പറയാതിരിക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വന്തം വീട്ടിൽ നിന്ന് അടക്കം കിട്ടുന്ന അബ്യൂസുകളെ ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ, സ്ത്രീകൾ എല്ലാം അബ്യൂസ് ചെയ്യപ്പെടുന്നത് സ്വന്തം വീടിൻ്റെ അകത്തു നിന്നാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആൺകുട്ടികളടക്കം. ഒരുപക്ഷെ പെൺകുട്ടികളെക്കാൾ അധികം ആൺകുട്ടികൾ ഇത്തരത്തിലുള്ള അബ്യൂസിന് ഇരയാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലോകത്ത് പെൺമക്കളോട് മുഴുവനും അല്ലെങ്കിൽ നമ്മളോട് തന്നെ സെക്ഷൽ ആക്ട് ഒരു ക്രിമിനൽ ആക്ട് ആവുന്ന വിധത്തിലാണ് നമ്മളെ ബോധത്തിലേക്ക് തള്ളിവിടുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് ഇടപഴകുന്ന, വളരെ ലൗഡായിട്ടുള്ള, ലുക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസിൽ പോയിട്ട് നമ്മൾ തമാശയ്ക്ക് ഇത് പറയുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പം ഇതെല്ലാം ഒരു ജെൻഡർ സെൻസിറ്റീവ് അല്ലാത്തൊരു സമൂഹത്തിൻ്റെയും കൂടി തകരാറാണ്. ഇങ്ങനെ വളരെ ലളിതവൽക്കരണങ്ങൾ അതിലല്ല അത് എത്തിക്കേണ്ടത്. ഇത് അമ്മ ഇതിൽ മുന്നേ നല്ലൊരു തീരുമാനം എടുക്കണമായിരുന്നു എന്ന് ഫീൽ ചെയ്യുന്നില്ല? ഈ കൂട്ടരാജിക്ക് മുന്നേ ഇതിലൊരു നല്ല തീരുമാനം അല്ലെങ്കിൽ ഒരു നല്ല നടപടി അമ്മ എടുത്തിട്ട് വേണമായിരുന്നു ഈ കൂട്ടരാജി എന്ന് ഫീൽ ചെയ്യുന്നില്ലേ? എനിക്ക് അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യാനില്ല. സത്യത്തിൽ അത് അവരുടെ ഇൻറ്റേർണൽ ക്രൈസിസ് ആണ്. അപ്പം അമ്മ എന്നുള്ള ഒരു സംഘടന അവരുടെ ഇത്രയും ദീർഘകാലത്തെ അവരുടെ ഒരു പ്രവർത്തനം നോക്കുമ്പോൾ അവർ ഏതെങ്കിലും വിഷയത്തിൽ വളരെ പരിഷ്കൃതമായ ഒരു പൊസിഷൻ എടുക്കുകയോ ഒരു കമൻറ്റ് പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഈ വിഷയങ്ങൾ ഹേമ കമ്മിറ്റിയിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള വിഷയങ്ങൾ തന്നെ ഇൻഡസ്ട്രിക്കകത്ത് ഉണ്ടാവില്ല. സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള താരങ്ങളുണ്ട്, അവരെന്തുകൊണ്ട് ഇതിലൊരു പ്രതികരണം പോലും നടത്തുന്നില്ല? നമ്മളല്ല, നിങ്ങൾ അവരോട് പോയി ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം ഇത് എന്നോടല്ല ചോദിക്കേണ്ടത്. അത് അമ്മയിലുണ്ടാകുന്ന ഇന്റേണൽ ക്രൈസിസ് എന്താണ്, എന്തുകൊണ്ടാണെന്നും അതിനകത്ത് സ്പ്ലിറ്റ് ഉണ്ടായി എന്നുള്ളതും അതിനകത്ത് ഗുണപരമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സംവാദങ്ങൾക്കുള്ള സ്പേസ് ഒക്കെ ഇപ്പോൾ വന്നു എന്നുള്ളതാണ് ഞാനും പുറത്ത് നിങ്ങളിതുപോലെ പുറത്തിരുന്ന് കാണുന്നത്. അതല്ലാതെ അവരതിൻ്റെ പുറത്ത് സൂപ്പർ സ്റ്റാറുകൾ കമൻറ്റ് ചെയ്യാത്തത് എന്താണെന്ന് എന്നോട് ചോദിക്കേണ്ട ചോദ്യമേ അല്ല. സോറി. അതുപോലെ ഇപ്പോൾ WCCയിൽ റീമ കലിംഗലുണ്ട്. അപ്പോൾ റീമ കലിംഗൽ അലൻസിയറിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് അലൻസിയറിൻ്റെ കൂടെ റീമ കലിംഗൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അങ്ങനെ നിങ്ങൾ ചെയ്തത്, നിങ്ങൾ മാറി നിൽക്കേണ്ടതായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു റീമ കലിംഗലാണോ അലൻസിയറിനെതിരെ ദിവ്യ അല്ലതെ? അപ്പോൾ അലൻസിയറിൻ്റെ കൂടെ റീമ അല്ലെങ്കിൽ അഭിനയിച്ച സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ അഭിനയിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട്. അല്ല, ഞാൻ പറയട്ടെ, എനിക്ക് ഒരു വർക്ക് സ്പേസിൽ ഒരു പ്രശ്നം ഒരാളുടെ അടുത്ത് നിന്ന് ഉണ്ടായെന്ന് പറഞ്ഞാൽ അയാളെ വർക്ക് സ്പേസിൽ നിന്ന് മാറ്റാന്നുള്ളതല്ല, അയാളെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഞങ്ങൾക്ക് WCCക്ക് ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അയാളെ ബഹിഷ്കരിക്കുക, അത്തരത്തിലുള്ള ഒരു എന്താ പറയണ്ടേ മോബ് ലിഞ്ചിങ്ങിന്റെ തലത്തിൽ മനുഷ്യന്മാരെ സാമൂഹിക ഭ്രഷ്ട് കൽപ്പിക്കുക എന്നുള്ളതൊന്നും അല്ല ഞങ്ങളുടെ ഐഡിയ. ഒരു മനുഷ്യൻ ഒരു തെറ്റായ പ്രാക്ടീസും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യിക്കാനുള്ള മെഷേഴ്സ് എടുക്കണം എന്നുള്ളതാണ്. അല്ലാതെ അവരെ തൊഴിലിടത്തിൽ നിന്ന് പുറത്താക്കുക, സമൂഹത്തിൽ നിന്ന് പുറത്താക്കുക, അവർക്ക് ജീവിക്കാനുള്ള സാധ്യതകളില്ല. അത് നമ്മളെ പോളിസി അല്ല. ഞങ്ങൾ തന്നെ കാര്യങ്ങൾ സത്യസന്ധമായി പറയുന്നതുകൊണ്ട് തൊഴിലിടത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട നടന്മാരാണെങ്കിലും അവരത് കറക്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉദ്ദേശിക്കൂ. അത്രയല്ലേ വേണ്ടത്. നമ്മൾ ശിക്ഷിക്കുന്നത് ഒരാളെ കൊല്ലുക എന്നുള്ള രീതിയിലല്ല. ശിക്ഷ എന്ന് പറയുന്നത് റിഫൈൻ ചെയ്യാനുള്ളതാണ്.
അല്ലാതെ ഒരാളെ തകർത്ത് കളയാനുള്ളതല്ല. അപ്പോൾ ഒരു ഭാഗത്ത് ഒരാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്രിമിനൽ അപ്രോച്ചോ അല്ലെങ്കിൽ ഒരു വയലേഷനോ, അതൊന്നും ക്രൈമിൻ്റെ എടുത്തേണ്ട കാര്യമല്ല, ഒരു വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു മനുഷ്യാന്തസ്സിനെ ഹനിക്കുന്ന ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ റെക്ടിഫൈ ചെയ്യാന്നുള്ളതാണ്. അതല്ലാതെ അയാളുടെ തൊഴിലിടത്തിൽ പിന്നെ ഉണ്ടാവാനേ പാടില്ല. ഈവൻ ഇപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിൽ പോലും എനിക്ക് അതിനകത്ത് അയാൾ ജോലി ചെയ്യരുത്, അതുപോലെ അയാളെ സ്ഥാപനങ്ങൾ അടിച്ചു തകർക്കുക, അതിലൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അതേസമയം ഇയാൾക്ക് രക്ഷപ്പെട്ട് അയാളാണെങ്കിൽ, പ്രതിയാണെങ്കിൽ, അദ്ദേഹത്തിന് വേറെ രീതിയിലുള്ള സിസ്റ്റത്തിന്റെ സപ്പോർട്ടും ഫേവറും ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിലാണ് നമുക്കൊരു ജാഗ്രത വേണ്ടത്. അതല്ലാതെ അയാൾ തൊഴിലെടുക്കരുത്, അയാളുടെ സ്ഥാപനങ്ങളെ തകർത്ത് കളയണം, അങ്ങനത്തെ ഒരു നിയമമേ നമുക്കില്ല കേട്ടോ. അത് വളരെ ഇൻഹ്യൂമൺ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. മോബ് ലിഞ്ചിങ്ങിന്റെ തലത്തിൽ മനുഷ്യന്മാരെ മൊത്തം സാമൂഹ്യ ഭ്രഷ്ടിയിലേക്ക് എത്തിക്കുക, അങ്ങനത്തെ പോളിസി WCCക്ക് ഇല്ല.